Hello guys, again welcome back to my YouTube channel. So, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ലാബ് 5 ആണ് SSRFിലെ ആൻഡ് ലാബ് 1, 2, 3, 4 ഓൾറെഡി അപ്ലോഡ് ആയിരിക്കുന്നു. പ്ലീസ് ഗോ ആൻഡ് ചെക്ക്. ആൻഡ് 1, 2 ലോങ് വീഡിയോയിലുള്ളത് അബൌട്ട് വാട്ട് ഈസ് SSRF. ആ ഒരു വീഡിയോയിൽ ഇംഗ്ലീഷ് വേർഷനിലുണ്ട് ആൻഡ് 3ഉം 4ഉം മലയാളം വേർഷൻ ഓൾറെഡി അപ്ലോഡ് ആട്ടോ. ഓക്കെ, നമുക്ക് 5th ലാബ് ചെയ്യാം. സോ ദിസ് ഈസ് ലാബ് നോർമലി ചെയ്യുന്നപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെക്ക് ഉണ്ട്, നമുക്ക് കാർലോസും ഡിലീറ്റ് ആക്കണം. പക്ഷേ ഇതിലെന്താ വെച്ചാൽ ഒരു ഓപ്പൺ ഡയറക്റ്റ് വൾനറബിലിറ്റി ഉള്ളത്. ഇതിപ്പോൾ ഒരു ഫയൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഇപ്പം ഞാനിവിടെ SSRF നിൽക്കുമ്പോൾ അത് വേറൊരു പേജിലേക്ക് പോവല്ലേ. ഇപ്പോൾ ഈ റീഡയറക്റ്റിങ്ങിലാണ് എൻ്റെ ഇവിടെ വൾനറബിലിറ്റി ഈ ഒരു ലാബിലുള്ളതെന്നാണ് പറയുന്നത്. സോ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം പ്രോക്സി ഓൺ ആക്കുക, ഇൻ്റർസെപ്റ്റ് ഓഫ് ആക്കുക. ഇപ്പോൾ ഓഫ് ആക്കില്ല, ഇപ്പോൾ ഓൾറെഡി ഉള്ള ക്ലിയർ ഹിസ്റ്ററി കൊടുത്തിട്ട് ഇൻ്റർസെപ്റ്റ് ഓൺ ആക്കുക. ദെൻ ആക്സസ് ദ ലാബ്. ഓക്കെ, അതിന് മുമ്പ് ആക്സസ് കൊടുക്കണ്ട, നമുക്ക് അവിടെ കയറി കഴിഞ്ഞിട്ട് ഇൻ്റർസെപ്റ്റ് ഓൺ ആക്കാം. നമുക്ക് പ്രോക്സിയും ഡിസേബിൾ ആക്കാം. എന്നിട്ട് ഏതെങ്കിലും പ്രോഡക്റ്റ് എടുക്കാം. ആസ് യൂഷ്വൽ നമ്മൾ ലാബ് ചെയ്തപ്പോൾ തന്നെ. ഇനി നമുക്ക് നമ്മളെ ഹിസ്റ്ററിയിലൊക്കെ ക്ലിയർ ആക്കാം. പ്രോക്സി ഓണാക്കാം, ഇൻ്റർസെപ്റ്റ്. ദെൻ നമ്മൾ ചെക്ക് സ്റ്റോക്ക് ക്ലിക്ക് ആക്കാം. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് നെക്സ്റ്റ് കണ്ടില്ലേ, ഈ നെക്സ്റ്റും ക്ലിക്ക് ആക്കി നോക്കാം. അപ്പോൾ നമുക്ക് എവിടേക്ക് പോകുന്ന ഒരു പേജ് HTTP2 ഹോസ്റ്റ് ഗൂഗിൾ. ഇത് റിപ്പീറ്ററിലേക്ക് ഇടാം. അതിൻ്റെ നമുക്കൊരു ലാബ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് നമ്മൾ ചെയ്യേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫുൾ നോക്കുമ്പോൾ കാണാൻ പറ്റും. ലാസ്റ്റ് ലാബിലൊന്നും ഇവിടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഹിയർ വി ഹാവ്. അപ്പോൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എന്താ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാ. ഓക്കെ, 82. ഇത് നെക്സ്റ്റ് ആണ് നോക്കാം. പ്രോഡക്റ്റ് പാത്ത്. ഓക്കെ, നെക്സ്റ്റ് പ്രോഡക്റ്റ് ID 2. അപ്പോൾ ഇത് നമുക്ക് എന്താക്കാം, റിപ്പീറ്ററിൽ ഇടാം. ഇപ്പോൾ നമുക്ക് 2 റിപ്പീറ്ററിലിട്ട് വന്നിട്ടുണ്ട്. ഇത് പ്രീവിയസ് ഫണ്ടാണ്. നമുക്ക് ഒന്നുകൂടി ചെയ്യാം. അപ്പോൾ ഇതാണ്, ഇത് റിപ്പീറ്ററിലേക്കുള്ളതാണ്. ആൻഡ് ഫസ്റ്റ് ഓപ്പൺ ചെയ്തത് പേജ് ID പേജ് സ്റ്റോക്ക്. ഓക്കെ, ഇത് റിപ്പീറ്ററിലേക്ക്. അപ്പം നമ്മൾ മറ്റേ കണ്ടപ്പോൾ നമ്മൾ ഇതിൻ്റെ API കണ്ടു. API നമ്മൾ Ctrl+Shift+U കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാവും. അതിന് നമുക്ക് നെക്സ്റ്റിൽ പോയി നോക്കാം. ഇതിലെന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിവിടെ പേര് ചേഞ്ച് ആക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ പ്രോ വേർഷൻ ഉപയോഗിക്കുകയാണ്. അല്ലെങ്കിലും നമുക്കിവിടെ പേര് ചേഞ്ച് ആക്കാൻ പറ്റും. ഇപ്പം നെക്സ്റ്റ് ആണ് ഇതെന്ന് മനസ്സിലാക്കാൻ, ഇത് മറ്റേ API ആയെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഈ നെക്സ്റ്റ് പാരാമീറ്ററിൽ ഗെറ്റ് പാരാമീറ്റർ ഉണ്ട്. അതായത് പ്രൊഡക്റ്റിന് ഗെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. നമുക്ക് ഇതിലാണ് ഇനി വൾനറബിലിറ്റി ഉണ്ടോ ഇല്ലെന്ന് നോക്കാം. കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താ, റീഡയറക്ഷൻ വൾനറബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇതിൽ നമുക്ക് ഡീറക്ഷൻ ചെയ്യാവുന്നില്ല, ഇതിലുണ്ടേണ്ട നോക്കാം. അപ്പോൾ നമുക്ക് അതിന് പകരം ഇപ്പോൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു പാത്തിട്ട് കൊടുക്കാം, ഗൂഗിളോ അങ്ങനെ എന്തെങ്കിലും. കാരണം നമ്മൾ ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ റീഡയറക്റ്റിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇത് ഡീറായിട്ട് ഇത് വന്ന പാത്താണ്, നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ വന്നതല്ലേ. അപ്പം നമുക്ക് ഇതിലാണല്ലോ നമ്മൾ വൾനറബിലിറ്റി നോക്കാം. അപ്പോൾ HTTPS ഏതെങ്കിലും കൊടുത്തിട്ട് നമുക്ക് ഏതാണ് കൊടുക്കാം. ഇപ്പോൾ www.google.com അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് സെൻഡ് ആക്കി വെക്കാം. വർക്ക് ആവുന്നുണ്ട് നോക്കാം. സെൻഡ് ഇട്ട് നോട്ട് ഫൗണ്ട്. അപ്പോൾ 302 കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഗുഡ് സൈൻ അതിൽ സംഭവം വർക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഫോളോ റീഡയറക്ഷൻ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ആക്കി വയ്ക്കാൻ നമുക്ക് യെസ്, നമ്മൾ 200 നമ്മളെ ഗൂഗിൾ പേജിലേക്ക് പോയിട്ടുണ്ട്.
ശരിക്കും നിങ്ങൾക്ക് റെൻഡറൊക്കെ ഉണ്ടെങ്കിൽ റെൻഡറിൽ നമുക്ക് ഗൂഗിളിലേക്ക് പോയിൻ്റെ ഇതിൽ കാണാൻ പറ്റിയിരിക്കും. ലെറ്റ്സ് വെയിറ്റ്. യെസ്, നമുക്ക് റെൻഡറിൽ കാണാൻ പറ്റി. നമ്മൾ എന്താണ് നമ്മൾ കൊടുത്ത സൈറ്റ് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലായി. ഇവിടെ ഓപ്പൺ ഡയറക്റ്റ് ചെയ്തിട്ട് ഏത് ഇതിലേക്ക് വേണമെങ്കിലും പോകാൻ പറ്റും, നമുക്കിവിടെ മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്താക്കുക, ഈ ഒരു പാത്ത് നമുക്ക് കോപ്പി ചെയ്തിട്ട് നമ്മൾ വൾനറബിൾ ആയിട്ടുള്ള അവിടെ കൊണ്ടുപോയി കൊടുക്കാം. പക്ഷെ നമ്മൾ ഇതിൽ കൊടുക്കാൻ പോകുന്ന പ്ലേസ് ലൊക്കേഷൻ നമ്മളെ ലോക്കൽ ഹോസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ആക്കാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പാത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പാത്തിലേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ IP അഡ്രസ്സ് ആണ്. ഇപ്പം IP അഡ്രസ്സ് ഉണ്ടാവും, നമുക്ക് ഈ സെറ്റ് കിട്ടി. നമുക്ക് സെൻഡ് കൊടുക്കാം. ബാഡ് പാറ്റേൺ മിസ്സിങ്. ഓക്കെ, അതൊന്നുമില്ല, നമ്മൾ എൻകോഡ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എൻകോഡ് ചെയ്യാം. പ്രൊഡക്റ്റ് ഏരിയയുള്ള നമ്മളെ URL Ctrl+U കൊടുത്താൽ മതി. അപ്പോൾ എൻകോഡായി നമുക്കിത് സെൻഡ് ആക്കാം. യെസ്, 200. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അഡ്മിൻ പേജ് ആക്സസ് ആയി. നമുക്കിതിൽ എന്തായാലും നോക്കണം, കാർലോസ് നോക്കണം. നമുക്ക് കാർലോസിന് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഡിലീറ്റിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അഡ്മിൻ കഴിഞ്ഞാൽ ഈ ഡിലീറ്റ് യൂസർ കാർലോസ് കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യാം. Then click on send. Wait. നോക്കാം വർക്ക് ആയിട്ടുണ്ടോ ഇല്ലെന്ന്. ഓക്കെ, നമുക്ക് ഇവിടെ നമുക്ക് ഫുള്ളായിട്ടും എന്താക്കണം, ചേഞ്ച് ആക്കണ്ടേ. അഡ്മിൻ നമ്മൾ ഓൾറെഡി ചേഞ്ച് ആയിട്ടല്ലോ. ഓക്കെ, അഡ്മിനെ ഇതിൻ്റെ പ്രീവിയസിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിനെ. ഓക്കെ, അഡ്മിൻ ഉണ്ട് ഇവിടെ. അഡ്മിൻ നമ്മളിവിടെ ചേഞ്ച് ആക്കിയില്ല അല്ലേ. ഓക്കെ, കാർലോസിന് കിട്ടിയില്ല, കാർലോസിന് കൂടെ കൂടാം. Ctrl+U, അഡ്മിൻ സെൻഡായി. അഡ്മിൻ പാനലിൽ കിട്ടിയിട്ടുണ്ട്. കാർലോസ് ഇവിടെ പോയി. വാട്ട് ഇഷ്യൂ, നേരത്തെ കുഴപ്പമില്ലല്ലോ. നമ്മൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് ID കൊടുത്തു, പാത്തിൻ്റെ അവിടെ അഡ്മിൻ കൊടുത്തു. അതിന് നമ്മൾ ചേഞ്ച് ആക്കിയിട്ട് ഇങ്ങനെ ആക്കി. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചേഞ്ച് ആക്കിയത്. നമുക്കിവിടെ അഡ്മിൻ നമുക്ക് ആക്സസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് സെൻഡ് ആക്കിയപ്പോൾ നമുക്ക് അഡ്മിൻ്റെ ആക്സസ് കിട്ടി. ഇനി നമുക്ക് ഇതിൽ തന്നെ കാർലോസ് നോക്കേണ്ടത്. വി ഹാഡ് ഡിലീറ്റഡ് ദി. സോ നമ്മളെന്താ ഒരു കാർലോസിന് ഡിലീറ്റ് ചെയ്ത് ലാബ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയതുകൊണ്ട്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഈസി ആയിട്ട് ജസ്റ്റ് ആ പാത്ത് കോപ്പി ചെയ്യുക, ഇവിടെ നമ്മൾ ഒരു ഡിലീറ്റിൻ്റെത് കൊടുക്കുക. അപ്പം നമുക്ക് എന്താക്കാൻ പറ്റും, ആൻഡ് നമുക്ക് യൂസർ നെയിം കാർലോസിനെ ഡിലീറ്റ് ആക്കാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്, ആൻഡ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.